ഹായ്, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായി റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അല്പം പോലും ഓയിൽ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അല്പം മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ഇടുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്തിരി ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂർ ഈ ചിക്കനെ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രം എടുക്കാം. അത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ടോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതെടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു വാഴയിലയുടെ ഒരു കഷ്ണം നമുക്ക് ഉപയോഗിക്കാം. വാഴയില വെക്കുമ്പോൾ നല്ല നാച്ചുറലായിട്ടൊരു ഫ്ലേവർ അതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാഴയില വെക്കുന്നത്. അത് നിർബന്ധമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനെല്ലാം വെച്ചിട്ട് അടച്ചു വെച്ച് സ്റ്റവ് ഓണാക്കി ഒരു 1/4 മണിക്കൂർ നേരം ആവി കയറ്റാം. അത് നമുക്ക് ഏകദേശം നമ്മൾ ചിക്കൻ്റെ വേവ് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ 1/4 മണിക്കൂർ നേരം ആവി കയറ്റി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അത്യാവശ്യം ഫ്ലേവറൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കറി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത്തിരി സവോളയൊക്കെ വാട്ടി ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കാം. പക്ഷെ നമ്മളിവിടെ നല്ല ഹെൽത്തി ആയിട്ട് വലിയ ഓയിലൊന്നും ചേർക്കാത്തത് കാരണമാണ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊട്ടും ഓയിലും അല്ല സ്പൈസിയും അല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.